നമ്മെ തളരാതെ കാക്കുന്നു ദൈവം. ആയിൽ തുടങ്ങുന്നു ഭാഷ, അമ്മയിൽ ഉണരുന്നു സ്നേഹം. അറിവുകൾ പകരുന്നിതധ്യാപകർ, തണലായി നിൽക്കുന്നിതച്ഛൻ. നമ്മെ തളരാതെ കാക്കുന്നു ദൈവം. മാതാപിതാ ഗുരുദൈവം, മാതാപിതാ ഗുരുദൈവം, മാതാപിതാ ഗുരുദൈവം, മാതാപിതാ ഗുരുദൈവം. പ്രിയരേ, ഇന്നേക്ക് ഉദ്ദേശം 73 വർഷം മുന്നേ ഈ നാട്ടിൽ അഞ്ചരക്കണ്ടി എഡ്യൂക്കേഷൻ സൊസൈറ്റി എന്ന ഒരു സൊസൈറ്റി, ചാരിറ്റബിൾ സൊസൈറ്റി രൂപീകൃതമാവുകയും അതോടൊപ്പം തന്നെ ഈ നാട്ടിലുള്ള ഏറ്റവും യശസ്സായ ഈ അഞ്ചരക്കണ്ടി ഹയർ സെക്കൻഡറി സ്കൂൾ തുടങ്ങുകയും ചെയ്തു. ഇതേ എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ കീഴിൽ ഇന്നേക്ക് ഉദ്ദേശം 22 വർഷം മുന്നേ AES ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ എന്ന സ്ഥാപനം തുടങ്ങുകയും ആ സ്ഥാപനം 22 വർഷം മുന്നേറി ഇന്ന് നാം ഈ സ്കൂളിൻ്റെ 22ാം ആനുവൽ ഡേ മീൻസ് AES വൈഡ്സ് 22nd ആഘോഷിക്കുന്ന ഈ വേളയിൽ അതോടനുബന്ധിച്ച് നടക്കുന്ന ഈ ഇനോഗ്രൽ ഫംഗ്ഷനിൽ എത്തിച്ചേർന്ന നമ്മുടെ ബഹുമാന്യനായ PTA പ്രസിഡന്റും അതോടൊപ്പം ഈ ഫംഗ്ഷന്റെ അധ്യക്ഷനുമായ ഷുഹൈൽ അവർ, കൂടാതെ ഇന്നത്തെ ഈ ഫംഗ്ഷന്റെ മുഖ്യാതിഥികളായി നമ്മോടൊപ്പം എത്തിച്ചേർന്ന നമ്മുടെ DEO ശ്രീമതി ദീപ വി, കൂടാതെ ഇന്നത്തെ ഇതേ ഫംഗ്ഷനിൽ നമ്മോടൊപ്പം എത്തിച്ചേർന്ന മറ്റൊരു വിശിഷ്ടാതിഥി വിനോദ് ഗോവ്, കൂടാതെ നമ്മുടെ വേദിയിലിരിക്കുന്ന അഞ്ചരക്കണ്ടി എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ ഔദ്യോഗിക ഭാരവാഹികൾ, മാനേജിംഗ് കമ്മിറ്റി മെമ്പർമാർ, ഡയറക്ടർമാർ, അതോടൊപ്പം വേദിയിലും സദസ്സിലുമുള്ള എൻ്റെ പ്രിയപ്പെട്ട PTA സുഹൃത്തുക്കൾ, രക്ഷിതാക്കൾ, സ്നേഹം നിറഞ്ഞ കുട്ടികൾ, എൻ്റെ എത്രയും പ്രിയപ്പെട്ട അധ്യാപകന്മാരെ, മറ്റ് സ്റ്റാഫ് അംഗങ്ങൾ. ഇന്നേക്ക് 22 വർഷം മുന്നേ നമ്മുടെ ഈ നാട്ടിലും പരിസരത്തുമായി നല്ല ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷനോട് കൂടിയ വിദ്യാഭ്യാസം നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടി AES ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ആരംഭിക്കുകയും ഉദ്ദേശം 140ഓളം കുട്ടികളോട് തുടങ്ങിയ ഈ സ്ഥാപനം ഇന്ന് 1000ഓളം കുട്ടികളോട് കൂടി LKG തൊട്ട് 7ാം ക്ലാസ് വരെ വിദ്യാഭ്യാസം നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു ഉത്തമ വിദ്യാലയമായി മാറുകയും കണ്ണൂർ ജില്ലയിൽ തന്നെ പേരുകെട്ട അഞ്ചരക്കണ്ടി ഹയർ സെക്കൻഡറി സ്കൂളിനോടൊപ്പം തന്നെ പേര് കേട്ട AES ഇംഗ്ലീഷ് മീഡിയം സ്കൂളും വളർന്നു കഴിഞ്ഞു. കൂടാതെ നമ്മുടെ ഉദ്ദേശ ലക്ഷ്യം എല്ലാം തന്നെ സാർവത്രികമാക്കി നമ്മുടെ വിദ്യാലയം മുന്നേറുകയാണ്. എഡ്യൂക്കേഷൻ രംഗത്ത് വിദ്യാഭ്യാസ മേഖലയിലും അതോടൊപ്പം തന്നെ സാംസ്കാരിക മേഖലയിലും കൂടാതെ ശാസ്ത്ര സാങ്കേതിക മേഖലകളിലും
പോരാതെ നമ്മുടെ സ്കൂൾ റവന്യൂ ജില്ലാ കലോത്സവത്തിലും AES ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ അത്യുന്നതി നിലനിർത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്നത്തെ ഈ വേദിയിൽ നമ്മുടെ സ്കൂളിൽ നിന്നും പ്രൊഫഷൻസി നേടിയ മീൻസ് ഓരോ ക്ലാസ്സിലും മുന്നിട്ട് നിൽക്കുന്ന കുട്ടികൾക്ക് ക്യാഷ് പ്രൈസുകൾ വിതരണം ചെയ്യുന്നുണ്ട്. ആ ഫംഗ്ഷനും കൂടി ഇതോടൊപ്പം നടക്കുന്നുണ്ട്. ആ കുട്ടികളെ കൂടി നമ്മളിവിടെ അനുമോദിക്കുന്നുണ്ട്. കൂടാതെ ഇന്ന് ഈ ഫംഗ്ഷനിൽ തന്നെ മറ്റൊരു കാര്യം, നമ്മുടെ സ്കൂളിലെ ഒരു ടീച്ചർ ഒരു കവിതാ സമാഹാരം പുറത്തിറക്കിയിട്ടുണ്ട്. ആ കവിതാ സമാഹാരം പുറത്തിറക്കിയ ടീച്ചറെ നമ്മൾ അനുമോദിക്കുന്നുണ്ട്. അതും ഈ വേദിയിൽ തന്നെ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ ഈ ഇനോഗ്രൽ ഫംഗ്ഷൻ അധ്യക്ഷം വഹിക്കുന്ന നമ്മുടെ PTA പ്രസിഡന്റ് മിസ്റ്റർ സുഹൈൽ അവർകൾ, അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഞാൻ സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ ഫംഗ്ഷനിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നതും അതോടൊപ്പം ഉദ്ഘാടനം നടത്തുന്നതുമായ നമ്മുടെ DEO ശ്രീമതി ദീപ അവർകളുണ്ട്. അവരെ ഈ വേദിയിലേക്ക് സഹർഷം ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ ഫംഗ്ഷനിൽ തന്നെ നമ്മുടെ മുഖ്യാതിഥി എത്തിയിരിക്കുന്ന സിനി, കൂടാതെ ടെലി സീരിയൽ ആർട്ടിസ്റ്റ് മറിമായ മൊയ്തു എന്നറിയപ്പെടുന്ന വിനോദ് കോവൂർ, അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ട് അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഇന്നത്തെ ഈ വേദിയിലെ ഈ ഫംഗ്ഷന് വേണ്ടി നമ്മോടൊപ്പം എത്തിച്ചേർന്ന നമ്മുടെ പഞ്ചായത്ത് എഡ്യൂക്കേഷൻ ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി പ്രസീത മാഡം എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കൂടാതെ നമ്മുടെ എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ പ്രസിഡന്റ് MP ദേവദാസ്, അദ്ദേഹം വേദിയിലുണ്ട്. അദ്ദേഹത്തെയും ഈ അവസരത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ സെക്രട്ടറി മുകുന്ദൻ വേദിയിലുണ്ട്. അദ്ദേഹത്തെയും ഈ ഫംഗ്ഷന് വേണ്ടി സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ അഞ്ചരക്കണ്ടി ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ ശ്രീ PP കിഷോർ സാർ അവർ ഇവിടെയുണ്ട്. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ നമ്മുടെ AES ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ മുൻ മാനേജർ അനീഷ്, അദ്ദേഹം വേദിയിലുണ്ട്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ നമ്മുടെ ഇംഗ്ലീഷ് മീഡിയം പ്രിൻസിപ്പൽ രമാദേവി ടീച്ചർ, അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ നമ്മുടെ ആശംസ അർപ്പിക്കുവാൻ വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീ ലീന ടീച്ചർ, അവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്ന നമ്മുടെ അഞ്ചരക്കണ്ടി ഹൈസ്കൂൾ ഹെഡ് മാസ്റ്റർ സലീം സാർ, അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ആശംസ അർപ്പിക്കാൻ വേണ്ടി നമ്മുടെ സ്നേഹ ക്ഷണം സ്വീകരിച്ചെത്തിയ നമ്മുടെ മുൻ പ്രിൻസിപ്പൽ AES ഇംഗ്ലീഷ് മീഡിയം മുൻ പ്രിൻസിപ്പൽ രാമേന്ദ്ര സാർ, അദ്ദേഹം ഈ വേദിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ഈ ഫംഗ്ഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ നമ്മുടെ PTA വൈസ് പ്രസിഡന്റ് സുനിൽ അവർകളുണ്ട് വേദിയിൽ. അദ്ദേഹത്തെ ഈ ഫംഗ്ഷന് വേണ്ടി ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കൂടാതെ PTA മദർ PTA പ്രസിഡന്റ് ഷിജുഷ അവർ എത്തിച്ചേർന്നിട്ടുണ്ട്. മേഡത്തെയും ഞാൻ ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കൂടാതെ നമ്മുടെ ഈ ഫംഗ്ഷന് വേണ്ടി എത്തിച്ചേർന്ന നമ്മുടെ എല്ലാ രക്ഷാകർത്താക്കളെയും അതോടൊപ്പം തന്നെ PTA ഭാരവാഹിയെയും PTA മെമ്പർമാരെയും നമ്മുടെ എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ മെമ്പർമാരെയും കൂടാതെ എൻ്റെ സ്നേഹം നിറഞ്ഞ കുട്ടികളെയും കൂടാതെ ഈ
നമ്മുടെ AES ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ ടീച്ചേഴ്സ്, സ്റ്റാഫ് അംഗങ്ങൾ, അഞ്ചരക്കണ്ടി ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചേഴ്സ്, സ്റ്റാഫ് അംഗങ്ങൾ, കൂടാതെ നമ്മുടെ ബസ് ജീവനക്കാർ, അതോടൊപ്പം തന്നെ നമ്മുടെ ഈ വേദിയിലും പരിസരത്തുമായി ലൈറ്റ് ആൻഡ് സൗണ്ട് സംഭാവന ചെയ്യുന്നവർ, കൂടാതെ ഈ വേദിയെ അലങ്കരിച്ചവർ, ഇവരെല്ലാം സ്നേഹം വേദിയിലേക്ക് അതുപോലെ സദസ്സിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ അധ്യക്ഷ പ്രഭാഷണത്തിന് വേണ്ടി PTA പ്രസിഡന്റ് സുഹേൽ അവരെ ക്ഷണിച്ചുകൊള്ളു. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളായ ദീപ മേഡം, നമുക്കെല്ലാം സുപരിചിതനായ കലാകാരനും നടനും ഗായകനും സർവോപരി കുഞ്ഞുങ്ങളെ സ്നേഹിക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട ജ്യേഷ്ഠ സുഹൃത്ത് വിനോദേട്ടൻ, മാനേജർ, പ്രിൻസിപ്പൽ, സെക്രട്ടറി, പ്രസിഡന്റ്, PTA വൈസ് പ്രസിഡന്റ്, ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽമാർ, മറ്റ് മാനേജ്മെൻറ്റ് കമ്മിറ്റി അംഗങ്ങൾ, മദർ PTA തുടങ്ങി വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികൾ. AESന്റെ 22ാം ആനുവൽ ഡേ ആണ് ഇവിടെ നടക്കുന്നത്. 22 വർഷം എന്ന് പറയുമ്പോൾ ഏകദേശം പ്രായപൂർത്തിയാകുന്ന വർഷമായി. ചെറിയ ചെറിയ പിഴവുകൾക്ക് ഗുരുത്തക്കേടുകളൊക്കെ പറയുന്നില്ല. നമ്മൾ ആ ഒരു കാര്യം കഴിച്ചു കഴിഞ്ഞാൽ AES ഏകദേശം ഒരു പ്രായപൂർത്തിയായ അവസ്ഥയിലെത്തി. ഇനിയിപ്പോൾ 2-3 കൊല്ലം കഴിഞ്ഞ് സിൽവർ ജൂബിലിയിലേക്കൊക്കെ എത്തുമ്പോൾ AES അതിൻ്റെ ഒരു പരിപൂർണമായ അവസ്ഥയിലെത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. AES എന്ന കലാലയത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഒരു പൂന്തോട്ടമാണ് AES എന്ന് പറഞ്ഞാൽ. ഒരു ഉദ്യാനം. ഒരുപാട് നമ്മൾ മുമ്പ് ചെറുപ്പത്തിൽ കേൾക്കുന്ന ഒരു പാട്ടുണ്ട്, എന്തെല്ലാം വർണ്ണങ്ങൾ, എന്തെല്ലാം ഗന്ധങ്ങൾ, അതുപോലെ എന്തെല്ലാം തരത്തിലുള്ള പൂക്കളുള്ള ഒരു ഉദ്യാനം. അപ്പോഴാണുള്ള ഒരു ഉദ്യാനത്തിന് ഭംഗിയുണ്ടാവും. ഒരു കളറോ അല്ലെങ്കിൽ ഒരു ടൈപ്പ് പൂ മാത്രമല്ല ഉദ്യാനത്തിന് രസമുണ്ട്. അതുപോലെ വൈവിധ്യങ്ങളുടെ ഒരു കലവറയാണ് നമ്മുടെ സ്കൂൾ. അതുപോലെ തന്നെയാണ് നമ്മുടെ രാജ്യവും. അതുപോലെ എന്തെല്ലാം ജാതിക്കാർ ഭാരതത്തിൽ, എന്തെല്ലാം ജാതി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഷ കൊണ്ടും വസ്ത്രം കൊണ്ടും ഭക്ഷണം കൊണ്ടും അങ്ങനെ ഒരു വൈവിധ്യം, അതിൻ്റെ ഒരു മിനിയേച്ചറാണ് നമ്മുടെ സ്കൂൾ എന്ന് പറയാം. എല്ലാ രംഗത്തും, ഇപ്പം നമ്മുടെ പറയാം അക്കാഡമിക് രംഗത്ത്, അതേപോലെ കലാരംഗത്ത്, കായിക രംഗത്ത്, എല്ലാത്തിലും മികവ് തെളിയിച്ചുകൊണ്ട് ഇപ്പം ഈ വർഷം സ്ഥിരമായി നേടുന്നതോടെ ഈ വർഷം നമ്മൾ UP LP വിഭാഗത്തിൽ സബ് ജില്ലയിൽ മികച്ച നേട്ടം കൈവരിച്ചു. കലാ പ്രോത്സാഹനം എന്ന് പറയുമ്പോൾ മുഴുവൻ ക്ലാസ്സിലെ കുട്ടികൾക്കും വേണ്ടി മത്സരം നടത്തിക്കൊണ്ട്, അതായത് ഏകദേശം 1000-ഓളം കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. അപ്പൊ എല്ലാ കുട്ടികൾക്കും അവസരം നൽകുക, അതിനുവേണ്ടി ക്ലാസ് വൈസ് മത്സരം മുതൽ അങ്ങ് ജില്ല വരെ പോകുന്നു. ഈ വർഷം നമുക്ക് ജില്ലയിൽ 2 ഫസ്റ്റ് കിട്ടി. അപ്പം ജില്ലാതലത്തിൽ ഇവർ അറിയപ്പെടുന്ന, എനിക്ക് തോന്നുന്നു മൊത്തം പോയിന്റിൽ 4-5 സ്ഥാനം. ഇപ്പൊ ഈ മിഞ്ഞാന്ന് കഴിഞ്ഞ കായികോത്സവത്തിൽ LP UPയിൽ നമ്മൾ മികച്ച ഓവറോൾ വിജയം നേടി. അതുപോലെ തന്നെ ശാസ്ത്രോത്സവങ്ങൾ എന്ന് പറഞ്ഞാൽ USS LSS, അതായത് പഠിക്കുന്ന രംഗത്തും പാഠ്യേതര രംഗത്തും ഒരുപോലെ പ്രോത്സാഹനവും നേട്ടങ്ങളും കൈവരിച്ചുകൊണ്ടാണ് AES 22 വർഷം പൂർത്തിയാകുന്നത്. ഈ AESനെ പറ്റി പറയുമ്പോൾ എനിക്ക് അതിനോടുള്ള ഒരു വൈകാരിക ബന്ധം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 10 വർഷത്തോളം ഈ AES, അതായത് 22 വർഷത്തിൽ പകുതിയും ഈ AESന്റെ കൂടെ ഉണ്ട്. ഇപ്പം എൻ്റെ കുട്ടികൾ പിന്നെ 2 പേര്, ഒരാൾ പഠിച്ചിറങ്ങി 2 പേര് പഠിക്കുന്നുണ്ട് ഇവിടെ. അപ്പം അവർ പോയി കഴിഞ്ഞാൽ ഞാനിവിടെ അവസ്ഥയിൽ ഏകദേശം ഈ സ്കൂളിൻ്റെ വളർച്ച വളരെ നേരിട്ട് കണ്ട്, ഇനിയിപ്പോൾ കുറച്ച് വർഷം കഴിഞ്ഞാൽ മക്കൾ പോകുമ്പോൾ അവരെക്കാൾ വേദന എനിക്കായിരിക്കും ഈ സ്കൂളിനെ വിട്ടു പോകുന്നതിന്. അപ്പം അത്രക്കൊരു വൈകാരികമായ ബന്ധം ഈ സ്കൂളിനോട് എനിക്കുണ്ട്. അപ്പം അതിൻ്റെ നേട്ടവും പിന്നെ വളർച്ചയൊക്കെ നേരിട്ട് കണ്ട ആൾ എന്ന നിലയിൽ ഈ സ്കൂളിൻ്റെ ഈ വിജയത്തെ വളരെയധികം സന്തോഷത്തോടെ കാണും. ഇതൊരു കൂട്ടായ്മയുടെ വിജയമാണ്. ഇപ്പം നമ്മുടെ ഇവിടുത്തെ രക്ഷിതാക്കൾ, PTA കമ്മിറ്റി, ടീച്ചേഴ്സ്, മാനേജ്മെൻറ്റ്, ഈ ഒരു കൂട്ടായ്മ ഇല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് ഈ നേട്ടം കൈവരിക്കാൻ പറ്റില്ല. ഇത് തന്നെയാണ് AESന്റെ വിജയവും. ഇപ്പം വരും വർഷങ്ങളിൽ സിൽവർ ജൂബിലിയും പിന്നെ ഗോൾഡനും പ്ലാറ്റിനം ജൂബിലിയൊക്കെയായി ഇതിങ്ങനെ വളരട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി ആശംസിക്കുകയാണ്. അപ്പം നമുക്ക് ഇപ്പം ഞാനധികം ദീർഘിപ്പിക്കുന്നില്ല. നിങ്ങളുടെ കുട്ടികളുടെ പരിപാടികൾ, വിനോദേട്ടൻ്റെ പ്രസംഗങ്ങൾ, നമ്മുടെ ഉദ്ഘാടകർ, ഇതൊക്കെ കേൾക്കാനാണ് നിങ്ങൾ കാത്തിരിക്കുന്നതെന്ന് എനിക്കറിയാം. ഇപ്പം നമ്മുടെ ഉദ്ഘാടക ദീപ ടീച്ചർ വളരെ ബുദ്ധിമുട്ടുകൾക്കിടയിൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുണ്ട്.
ഈ ഒരു അവസരത്തിൽ ഇവിടെ ഇരിക്കുമ്പോൾ ഒരു പ്രത്യേക അഭിനന്ദനം കൊടുക്കാണ്ട്. കാരണം ഈ വർഷം നമ്മുടെ ജില്ല, കണ്ണൂർ ജില്ല സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കിരീടം തിരിച്ചു പിടിച്ചിരിക്കുകയാണ് വർഷങ്ങൾക്ക് ശേഷം. അപ്പോൾ അതിന് വളരെ നേതൃപരമായ പങ്ക് വഹിച്ചാണ് നമ്മുടെ ദീപ മേഡം. അപ്പോൾ ഈ സ്കൂളിന് വേണ്ടി PTA വേണ്ടിയൊക്കെ ഞാൻ വളരെ ഹാർദ്രവുമായ അഭിനന്ദനം അറിയിക്കുകയാണ് ദീപ മേഡത്തിന്. അതുപോലെ തന്നെ വിനോദേട്ടനെ കഴിഞ്ഞ വർഷമേ കൊണ്ടുവരണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം ഒരു നടൻ ഇപ്പം മറിമായത്തിലൊക്കെ വർഷങ്ങളായി നമ്മൾ കാണുന്നത്, നമ്മളൊക്കെ ചെറുപ്പത്തിൽ ഈ മറിമായം കണ്ടപ്പോൾ പിന്നെ വളരെയധികം ആഗ്രഹിച്ചിരുന്നു വിനോദേട്ടനെയൊക്കെ ഒന്ന് കാണാൻ. പക്ഷേ എന്തോ ദൈവഭാഗ്യം കൊണ്ട് അദ്ദേഹത്തോടൊപ്പം കുറച്ചെന്നല്ല ഒത്തിരി എപ്പിസോഡുകളിലൊക്കെ ഒന്നിച്ച് അഭിനയിക്കാനുള്ള ഭാഗ്യം വരെ കിട്ടി. അപ്പം അദ്ദേഹം ഒരു MIT മൂസ നിങ്ങൾക്കൊക്കെ പ്രിയപ്പെട്ട പരിപാടിയായിരിക്കും. അതുപോലെ ധാരാളം സിനിമകൾ. അപ്പം അതിലൂടെയൊക്കെ വന്ന് ഒരു നടൻ മാത്രമല്ല, മികച്ച ഗായകനാണ് അദ്ദേഹം. പിന്നെ ഇപ്പം ഈ മോട്ടിവേഷൻ ക്ലാസ് വരെ എടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു പ്രതിഭയാണ് നമുക്ക് ഈ വർഷം കിട്ടി. കഴിഞ്ഞ വർഷം അദ്ദേഹത്തിൻ്റെ തിരക്കുകൾ കാരണം നമുക്ക് കിട്ടിയില്ല. ഈ വർഷം കിട്ടി. അത് ഈ സ്കൂളിൻ്റെയും ഭാഗ്യമായി കാണുന്നു. അപ്പം അദ്ദേഹത്തെ നമ്മൾ ഇഷ്ടപ്പെടുന്ന വേറൊരു കാര്യമുണ്ട്. ഈ കലാകാരൻ എന്നതിലുപരി നമ്മൾ ഈ സ്കൂളിൽ വരെ എന്തുകൊണ്ട് യോഗ്യൻ എന്ന് പറയാം, കുഞ്ഞുങ്ങളെ വളരെയധികം സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ. ഞാൻ വിനോദേട്ടനെ അടുത്തെറിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യമാണ്, കുട്ടികളോട് അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമാണ്. അദ്ദേഹം പോറ്റി വളർത്തുന്ന കുട്ടികൾ പലയിടത്ത്, അതായത് ഈ അടുത്ത് വയനാട് ദുരന്തത്തിൽ വരെ അദ്ദേഹം വളർത്തിയെടുക്കുന്ന അതായത് ഒരു സ്പോൺസർഷിപ്പ് ഒന്നുമല്ല, അദ്ദേഹം നോക്കി സ്വന്തം മക്കളെ പോലെ വളർത്തുന്ന കുട്ടികളുണ്ട്. ഇപ്പൊ നമ്മൾ പറയില്ലേ കുട്ടികളോട് സ്നേഹത്തിന് നമ്മളെപ്പോഴും പറയില്ലേ ലവ് യു ടു മൂൺ ആൻഡ് ബാക്ക്. അത് അക്ഷരാർത്ഥത്തിൽ നമ്മൾ സ്വന്തം കുട്ടികളോട് ചിലപ്പോൾ ഉണ്ട്, പക്ഷെ മൊത്തം കുട്ടികളോടും ആ ഒരു സ്നേഹം വെച്ച് പുലർത്തുന്ന ഒരു വ്യക്തിയാണ് വിനോദൻ. അപ്പൊ അദ്ദേഹത്തെ നമുക്കിവിടെ കിട്ടിയതിൽ വളരെ ഭാഗ്യവാനാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ കലാപരിപാടികൾ, അദ്ദേഹത്തിൻ്റെ ഇതൊക്കെ നമുക്ക് ശ്രമിക്കാനുണ്ട്. കുഞ്ഞുങ്ങളുടെ വർണ്ണാഭമായ പരിപാടികൾ നടക്കാനുണ്ട്. കുറച്ചൊക്കെ കഴിഞ്ഞു, ഇനിയും ഇവിടെ നടക്കാനുണ്ട്. അക്ഷരാർത്ഥത്തിൽ നമ്മുടെ എല്ലാ വർഷവും ഈ നാടിൻ്റെ ഒരു പരിപാടിയായിട്ടാണ്, അതായത് ഒരു ഉച്ച മുതൽ തുടങ്ങി രാത്രി വരെ നടക്കുന്ന ഒരു നാടിൻ്റെ ഉത്സവമായിട്ട് നടക്കുന്ന ഇതാണ് AESൻ്റെ ആനുവൽ ഡേ. അപ്പം അതൊക്കെ നിങ്ങൾ ഉണ്ടാവുമ്പോഴാണ് അത് കളറാവുന്നത്. അപ്പോൾ അത് കളറാക്കാൻ നിങ്ങൾ ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ ഭാഷണം അവസാനിപ്പിക്കുന്നു. താങ്ക് യു ഓൾ, ലവ് യു ഓൾ. To present the highlights of our academic year 2025-26, we invite Srimati Ramadevi APM, Principal AES English Medium School, to present the annual report. We invite you, ma'am. എല്ലാവർക്കും നമസ്കാരം. ഈ ചടങ്ങിൻ്റെ ബഹുമാന്യനായ അധ്യക്ഷൻ AES ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൻ്റെ PTA പ്രസിഡന്റ് ശ്രീ സുഹൈൽ, ഉദ്ഘാടനം ചെയ്യാനെത്തിയ നമ്മുടെ ബഹുമാനപ്പെട്ട DO കണ്ണൂർ DO ശ്രീമതി ദീപാവി, ചില ആരോഗ്യ പ്രശ്നങ്ങളുടെ ഭാഗമായി ചികിത്സയ്ക്ക് ഇന്ന് പോയിട്ട് പോലും നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വളരെയധികം താല്പര്യം കാണിച്ച ബഹുമാനപ്പെട്ട കണ്ണൂർ DOവിനോട് ഞാൻ എൻ്റെ പേരിലും നമ്മുടെ AES കുടുംബത്തിനോടും കുടുംബത്തിനോടുള്ള കടപ്പാട് ഹൃദയപൂർവ്വം അറിയിക്കുകയാണ്. അതേപോലെ മറിമായം ഫെയ്ത്ത് ശ്രീ വിനോദ് കോവൂർ വീട്ടകങ്ങളിൽ അല്ലെങ്കിൽ കുടുംബ സദസ്സുകളിൽ ഓരോ കുടുംബാംഗത്തിൻ്റെയും ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന കഥാപാത്രങ്ങളായ മറിമായത്തിലെ മൊയ്തുവും MIT മൂസയിലെ മൂസക്കയും നമുക്ക് ചിരിക്കാനും നമ്മുടെ ചിന്തിപ്പിക്കാനും വക നൽകുന്ന പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളാണ്. ആ കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്ന നടൻ ശ്രീ വിനോദ് കോവൂറിനെയും ഇവിടെ എത്തിയതിൽ ഞാൻ ഞങ്ങളുടെ കൃതജ്ഞത അറിയിക്കുകയാണ്. അതുപോലെ സദസ്സിലുള്ള ബഹുമാന്യരായ അഞ്ചരക്കണ്ടി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി P. പ്രസീത അവർകൾ, അഞ്ചരക്കണ്ടി എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ ഭാരവാഹികൾ ഉൾപ്പെടെ വേദിയിൽ ഉപവിഷ്ടരായ ആദരണീയരെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട മക്കളെ, സഹോദരി സഹോദരന്മാരെ, നമ്മുടെ അഭിമാനമായ AES
ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൻ്റെ 22nd ആനുവൽ ഡേ 22ാം വാർഷികം AES വൈബ്സ് 2K26 ആഘോഷം ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. AES ഒരു സാധാരണ സ്കൂൾ എന്നതിനപ്പുറം മക്കളിൽ കോൺഫിഡൻസ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽ, ക്രിയേറ്റിവിറ്റി എന്നിവ വളർത്തുന്ന ഒരു യഥാർത്ഥ ക്യാരക്ടർ ഫാക്ടറി കൂടിയാണ്. നിങ്ങൾക്കറിയാലോ, പ്രീ പ്രൈമറി തലത്തിൽ അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ ആസ് മാം പറഞ്ഞ് ഇംഗ്ലീഷ് തുടങ്ങിയ നമ്മുടെ മക്കൾ ഇന്ന് സ്റ്റേജിൽ ആങ്കറിങ്ങിലൂടെ ഞങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഗ്രോത്ത്. ഈ വളർച്ചയാണ് നാം AESലൂടെ നിങ്ങൾക്ക് നൽകുന്നത്, വാഗ്ദാനം ചെയ്യുന്നത്. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നിങ്ങൾക്ക് AES നമ്മുടെ സ്കൂളിനോടുള്ള വിശ്വാസമാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റ്. എൻ്റെ കുഞ്ഞിനെ എനിക്ക് സുരക്ഷിതമായി ഇവിടെ ഏൽപ്പിക്കാമെന്ന് നിങ്ങൾ ഉറപ്പോടെ പറയുന്നിടത്താണ് ഞങ്ങളുടെ വിജയം. പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് നിങ്ങൾക്ക് ഇവിടെ നിന്ന് കുറേ പ്രൈസുകൾ, സമ്മാനങ്ങൾ ലഭിക്കും. നാളെ കുറേ അവാർഡുകൾ, സർട്ടിഫിക്കറ്റ് കിട്ടിയേക്കാം. പക്ഷേ AESൽ നിന്ന് ലഭിക്കുന്ന മൂല്യങ്ങളാണ് ജീവിതം മുഴുവൻ നിങ്ങളെ നയിക്കുക. അറിവിനൊപ്പം വിജയവും, വിനയവും, വിജയത്തിനൊപ്പം മനുഷ്യത്വവും പഠിപ്പിക്കുന്ന ഒരു മികച്ച വിദ്യാലയമായി AES ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ നിലനിൽക്കും എന്ന ഉറപ്പോടുകൂടി ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. സ്കൂളിൻ്റെ അക്കാഡമിക, കോ-കരിക്കുലർ, സാംസ്കാരിക പ്രവർത്തനങ്ങളുടെ ഒരു ഹ്രസ്വമായ അവലോകനമാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ ഈ റിപ്പോർട്ടിലൂടെ അവതരിപ്പിക്കുന്നത്. സ്കൂളിൻ്റെ വിജയം വാക്കുകളിൽ മാത്രം അളക്കാനാവില്ല. അത് പ്രവർത്തനങ്ങളിലൂടെയും വിദ്യാർത്ഥികളുടെ വളർച്ചയിലൂടെയും അധ്യാപകരുടെ സമർപ്പണത്തിലൂടെയും മാതാപിതാക്കളുടെ പിന്തുണയോടും കൂടി മാത്രമേ ലഭിക്കുകയുള്ളൂ. മുൻവർഷങ്ങളിലെ പോലെ തന്നെ മുഴുവൻ രക്ഷിതാക്കളെയും മുഴുവൻ വിദ്യാർത്ഥികളുടെയും സജീവ പങ്കാളിത്തം ഉറപ്പുവരുത്തിക്കൊണ്ട് തന്നെയാണ് ഈ വർഷവും നമ്മളുടെ ആനുവൽ ഡേ ആഘോഷിക്കുന്നത്. ഞാൻ നമ്മുടെ സ്കൂളിൻ്റെ റിപ്പോർട്ട് അവതരിപ്പിക്കുകയാണ്. അഞ്ചരക്കണ്ടി എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ കീഴിൽ ഏകദേശം 200 കുട്ടികളുമായി ആരംഭിച്ച AES ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഇന്ന് 1000-ലധികം കുട്ടികൾ പഠിക്കുന്ന ജില്ലയിലെ തന്നെ മികച്ച വിദ്യാലയങ്ങളിൽ ഒന്നായി മാറിയിരിക്കുന്നു. അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും നിരന്തരമായ പരിശ്രമത്തിൻ്റെയും മാനേജ്മെൻറ്റിൻ്റെ സഹായ സഹകരണത്തിൻ്റെയും ഫലമായിട്ടാണ് വിദ്യാലയം ഈ നിലയിലേക്ക് വളർന്നു വന്നത്. ഓരോ കുട്ടിയെയും ഓരോ യൂണിറ്റായി പരിഗണിച്ചുകൊണ്ട് കുട്ടികളുടെ സമഗ്ര പുരോഗതി ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഗുണമേന്മയിൽ അധിഷ്ഠിതമായ വിദ്യാഭ്യാസ രീതിയാണ് AES ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ നടപ്പാക്കി വരുന്നത്. ഇതിൻ്റെ എല്ലാം ഫലമെന്നോണം 2015 നമ്മുടെ വിദ്യാലയത്തിന് സംസ്ഥാന സർക്കാരിൻ്റെ അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. ചുരുങ്ങിയ വർഷങ്ങൾ കൊണ്ട് തന്നെ പാഠ്യേതര രംഗങ്ങളിൽ അസൂയാവഹമായ നേട്ടങ്ങൾ കൈവരിക്കാൻ നമ്മുടെ വിദ്യാലയത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഈ അധ്യയന വർഷവും ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് LSS, USS നേടിക്കൊടുത്തുകൊണ്ട് സബ് ജില്ലാ തലത്തിൽ 1ാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് AES ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. LSS സ്കോളർഷിപ്പ് നേടിയ കുട്ടികൾ 22ഉം USS സ്കോളർഷിപ്പ് നേടിയ കുട്ടികൾ 43. ഈ അധ്യയന വർഷത്തിൽ സബ് ജില്ലാ കലോത്സവത്തിൽ LP വിഭാഗവും UP വിഭാഗവും ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിക്കൊണ്ട് AES മുൻപന്തിയിൽ തന്നെ നിൽക്കുന്നു. കൂടാതെ റവന്യൂ ജില്ലാ തലത്തിൽ ഇംഗ്ലീഷ് പ്രസംഗത്തിന് 1ാം സ്ഥാനം ലഭിച്ചത് നമ്മുടെ സ്കൂളിന് അഭിമാനകരമായ നേട്ടമാണ്. റവന്യൂ ജില്ലാ തലത്തിൽ അറബിക് പദ്യഗാനത്തിനും 1ാം സ്ഥാനം ലഭിച്ചിട്ടുണ്ട്. അതേപോലെ ഉറുദു പദ്യഗാനത്തിന്, തിരുവാതിരക്കളിക്കും 3ാം സ്ഥാനം ലഭിച്ചു. പങ്കെടുത്ത മറ്റ് ഐറ്റങ്ങളിൽ A ഗ്രേഡ് മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. എങ്കിലും അടുത്ത വർഷം മുതൽ റവന്യൂ ജില്ലാതലത്തിൽ പങ്കെടുക്കുന്ന എല്ലാ ഐറ്റങ്ങൾക്കും ഞങ്ങൾക്ക്
ഒന്നാം സ്ഥാനം ലഭിക്കാൻ വേണ്ടി ഞങ്ങൾ പ്രയത്നിക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു. ഇങ്ങനെ മികച്ച പോയിന്റോടുകൂടി കണ്ണൂർ സൗത്ത് സബ് ജില്ലയുടെ പോയിന്റ് നിലയിൽ നിർണായക പങ്ക് വഹിക്കാൻ AESന് സാധിച്ചു എന്നുള്ളതും അഭിമാനിക്കാൻ കഴിയുന്ന കാര്യമാണ്. സബ് ജില്ലാ ശാസ്ത്ര ഗണിതശാസ്ത്ര പ്രവൃത്തി പരിചയമേള കുട്ടികളുടെ ക്രിയേറ്റിവിറ്റിയും ചിന്താശക്തിയും സ്പോട്ട് തത്സമയ നിർമ്മാണമാണ് അവിടെ നടത്തുന്നത്. അതിനും നമ്മുടെ AES ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ് LP വിഭാഗത്തിലും UP വിഭാഗത്തിലും ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയത്. അതുപോലെ 5-ാം തീയതി അതായത് മിനിഞ്ഞാന്ന് നടന്ന സബ് ജില്ലാ കായികമേളയിൽ UP വിഭാഗം ഗേൾസും ബോയ്സും ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയിട്ടുണ്ട്. 3 കുട്ടികൾ ഇൻഡിവിജ്വൽ ചാമ്പ്യന്മാരായതും വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. പാഠ്യേതര വിഷയങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന വിവിധ ക്ലബ്ബുകൾ ഈ വിദ്യാലയത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. മികച്ച വ്യക്തി സേവന സന്നദ്ധരായ വിദ്യാർത്ഥികളെ വാർത്തെടുക്കുന്നതിനായി സ്കൗട്ട്, ഗൈഡ്സ്, കബ്ബ്, ബുൾബുൾ, JRC തുടങ്ങിയ യൂണിറ്റുകളിൽ 160ഓളം കുട്ടികൾ പ്രവർത്തിക്കുന്നുണ്ട്. മുൻ വർഷങ്ങളിലേക്കാൾ മികച്ച വിജയം ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ശനിയാഴ്ചകളിലുമായി LSS USS പരിശീലനം നടത്തിവരുന്നു. അതുപോലെ പഠനത്തിൽ പ്രയാസം നേരിടുന്ന കുട്ടികൾക്കായി എല്ലാ ദിവസവും വൈകുന്നേരവും ശനിയാഴ്ചകളിലും അധിക ക്ലാസുകൾ നൽകി വരുന്നു. എല്ലാ ദിവസവും നടത്തുന്ന മോർണിംഗ് അസംബ്ലി കുട്ടികളുടെ വ്യക്തിത്വ വികസനം മെച്ചപ്പെടുത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ചിത്രകല, നൃത്തം, സംഗീതം എന്നിവയ്ക്ക് പുറമെ കുട്ടികളിൽ ആത്മവിശ്വാസവും ധൈര്യവും കൂട്ടുന്നതിനായി കരാട്ടെ പരിശീലനവും നടത്തിവരുന്നു. കുട്ടികളിൽ ലിസണിംഗ് സ്കിൽ, കോൺസെൻട്രേഷൻ, ക്രിയേറ്റിവിറ്റി, മെമ്മറി പവർ, സ്പീഡ്, ആക്യുറൻസി, ലേണിംഗ് എബിലിറ്റി എന്നിവ വർദ്ധിപ്പിക്കുന്നതിനായി ഈ വർഷം മുതൽ അബാക്കസ് പരിശീലനവും നടത്തി വരുന്നുണ്ട്. ഇങ്ങനെ കൃത്യവും നിരന്തരവും ചിട്ടയോടുകൂടിയതുമായ പ്രവർത്തനങ്ങൾ തന്നെയാണ് AES ഇംഗ്ലീഷ് മീഡിയം സ്കൂളിനെ ഇന്ന് കാണുന്ന നിലവാരത്തിൽ എത്തിച്ചത്. ഈ പ്രവർത്തനങ്ങളുടെ ഭാഗമായി തന്നെയാണ് 45 ഇനങ്ങളിലായി 800ഓളം കുട്ടികളെ വേദിയിൽ എത്തിച്ചുകൊണ്ടുള്ള ഇന്നത്തെ വാർഷിക ആഘോഷവും ഇവിടെ നടത്തുന്നത്. ഇതുവരെ നൽകിയ സഹായ സഹകരണങ്ങൾക്ക് നന്ദി അർപ്പിച്ചുകൊണ്ടും ഇതേ സഹകരണം തുടർന്നും അഭ്യർത്ഥിച്ചുകൊണ്ടും നിർത്തുന്നു. അതിനു പുറമെ ഞങ്ങളുടെ സ്കൂളെ AESലെ നല്ലൊരു മലയാളം അധ്യാപികയായ പ്രീത ടീച്ചർ ഒരു കവിതാ സമാഹാരം കനൽ എന്ന ബുക്കിൻ്റെ 3ാം പതിപ്പ് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. ആ ടീച്ചറെയും ഇന്നിവിടെ ആദരിക്കുന്നുണ്ട്. എല്ലാ സഹകരണവും പ്രതീക്ഷിച്ചുകൊണ്ട് ഇനി വരും വർഷങ്ങളിലും എല്ലാ രക്ഷിതാക്കളുടെയും എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. ഞാൻ ഈ റിപ്പോർട്ട് നിങ്ങൾക്ക് സമർപ്പിക്കുകയാണ്. നിർത്തുന്നു. നന്ദി. To formally inaugurate today's annual day celebration, we are privileged to invite Srimati Deepa V, District Educational Officer, Kannur, to deliver the inaugural address and guide us with her inspiring words. We invite you, ma'am. കൈമുട്ടൽ കുറവാണ്, കുട്ടികൾ കൈമുട്ടത്തില്ല. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, രക്ഷിതാക്കളെ, നാട്ടുകാരെ, എൻ്റെ എത്രയും പ്രിയപ്പെട്ട കുട്ടികളെ, എനിക്കധികം പ്രസംഗിക്കാനൊന്നും അറിയില്ല. സാധാരണയായിട്ട് ഉദ്ഘാടനവും സ്റ്റേജൊക്കെ ഒഴിവാക്കിക്കൊണ്ട് പോകുന്ന ഒരാളാണ്. പക്ഷേ നമ്മുടെ ഇവിടുത്തെ HMൻ്റെയും സഹപ്രവർത്തകരുടെയും ഒരു സ്നേഹം
അതാണ് എന്നെ ഇവിടെ എത്തിച്ചത്. അപ്പോൾ എനിക്ക് അവർ പറയുമ്പോൾ അത് നോ എന്ന് പറയാൻ ഒരു വിഷമം തോന്നി. അല്ലെങ്കിൽ സാധാരണ ഉദ്ഘാടനത്തിനൊന്നും പോകാറില്ല. അപ്പോൾ ഏതായാലും HMൻ്റെ റിപ്പോർട്ട് വളരെ വിശദമായി കേട്ടു. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം 140 കുട്ടികളിൽ നിന്ന് ഏകദേശം 1000-ഓളം വിദ്യാർത്ഥികൾ ഇന്ന് പഠിക്കുന്ന ഒരു വിദ്യാലയമായി മാറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ നമുക്കറിയാം ഒരു കഠിന പ്രയത്നമുണ്ട്. അതായത് മികച്ച PTA ഉണ്ടാവണം, മാനേജ്മെൻറ്റ് ഉണ്ടാവണം, ടീച്ചേഴ്സ് ഉണ്ടാവണം, രക്ഷിതാക്കളുടെ സപ്പോർട്ട് ഉണ്ടാവണം. എന്നാൽ മാത്രമേ നമുക്ക് ഇങ്ങനെ ഒരു വിദ്യാലയത്തിനെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പോൾ പാഠ്യേതര പ്രവർത്തനങ്ങളിൽ നല്ല മികവാർന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ഒരു വിദ്യാലയം തന്നെയാണ് AES. 22ാം വാർഷികമാണെന്ന് മനസ്സിലായി. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച അധ്യാപകരെയും HMനെയും ആദ്യമായി അഭിനന്ദിക്കുകയാണ്. പിന്നെ LSS നമുക്കറിയാം 22 കുട്ടികളും അതുപോലെ USS 40 കുട്ടികളുമാണ് വിജയം നേടിയത്. അപ്പം അങ്ങനെയുള്ള ഒരു വിജയം നേടണമെങ്കിൽ അതിൻ്റെ പിന്നിൽ വളരെ പ്രയത്നം നടന്നിട്ടുണ്ടാവും. കാരണം അത്രയും നമുക്കറിയാം ഹാഫ് ഇയർലി എക്സാമിന് A ഗ്രേഡ് കിട്ടിയ കുട്ടികളെ മാത്രം സെലക്ട് ചെയ്ത് അവർക്ക് പ്രത്യേക കോച്ചിങ് കൊടുത്തുകൊണ്ടാണ് നമുക്ക് ഈ 40 കുട്ടികളെ ഇത്രയും സ്കോളർഷിപ്പിന് അർഹരാക്കാൻ വേണ്ടി സാധിച്ചത്. അതിപ്പോൾ എല്ലാ വിദ്യാലയത്തിലും അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. എന്നാലും 40 വിദ്യാർത്ഥികൾ സ്കോളർഷിപ്പ് നേടുക എന്ന് പറയുന്നത് വളരെ അഭിമാനം തന്നെയാണ്. കുട്ടികളെയും രക്ഷിതാക്കളെയും അതുപോലെ അതിന് പിന്നിൽ പ്രവർത്തിച്ച ടീച്ചേഴ്സിനെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. അപ്പോൾ നമുക്കറിയാം ഭൗതിക സാഹചര്യം ഞാൻ സ്കൂളിൽ കണ്ടിട്ടില്ല, എന്നാലും എനിക്ക് തോന്നുന്ന 1000-ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു ഭൗതിക സാഹചര്യം ഉണ്ടാവും. ഈ ഭൗതിക സാഹചര്യത്തോടൊപ്പം അക്കാദമിക് മികവും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കറിയാം ഏത് വിദ്യാലയത്തിലും ഇന്ന് കുട്ടികളുള്ളൂ. അപ്പോൾ അക്കാദമിക നിലവാരമാണ് പാഠ്യേതര പ്രവർത്തനത്തോടൊപ്പം തന്നെ ഈ അക്കാദമിക് മികവാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്കറിയാം ഈ വർഷം സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസം വർഷമാണ്. സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം 8ാം ക്ലാസ്സിൽ അത് നടപ്പിലാക്കി. എല്ലാ വിഷയങ്ങൾക്കും മിനിമം മാർക്ക് വാങ്ങണം. നമുക്കറിയാം ഇന്ന് ഏത് വിദ്യാർത്ഥിയെ നോക്കിക്കഴിഞ്ഞാലും പരീക്ഷാ സമയത്തായാലും നമ്മുടെ കുട്ടികൾക്ക് യാതൊരു പേടിയുമില്ല. പേടി വേണമെന്നല്ല പറയുന്നത്, അതായത് പരീക്ഷയാണ്, എനിക്കത് പഠിക്കണം, നല്ല മാർക്ക് വാങ്ങണം, നല്ല ഉന്നത മാർക്ക് വാങ്ങണം എന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളുടെ എണ്ണം വളരെ വളരെ കുറഞ്ഞു വരികയാണ്. മത്സര ബുദ്ധിയില്ല, പഠനത്തിനോട് ഒരു മത്സര ബുദ്ധിയില്ല. അപ്പം അതിൻ്റെ കാരണം നമുക്കറിയാം തോൽവിയില്ല, എവിടെയും തോൽവിയില്ല. എങ്ങനെയായാലും നമ്മളത് പാസ്സായി പോകും. അതുകൊണ്ടാണ് നമുക്ക് നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരം കുറഞ്ഞു പോകുന്നത്. അതുകൊണ്ട് സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ വർഷത്തിൽ എല്ലാ വിഷയത്തിലും മിനിമം മാർക്കിലേക്ക് വരികയാണ്. അപ്പോൾ കഴിഞ്ഞ വർഷം മിനിമം മാർക്ക് വാങ്ങാത്ത കുട്ടികൾക്ക് വീണ്ടും ഏപ്രിൽ മാസങ്ങളിൽ പരീക്ഷ നടത്തി ആണ് അവർക്ക് പ്രത്യേക കോച്ചിങ് ക്ലാസ്സൊക്കെ കൊടുത്തുകൊണ്ട് ആണ് 8ാം ക്ലാസ്സിൽ നിന്ന് 9ാം ക്ലാസ്സിലേക്ക് പാസ്സാക്കി കൊടുത്തത്. അപ്പോൾ ഈ വർഷം അത് 9ാം ക്ലാസ്സിൽ നടപ്പിലാവുന്നു, അടുത്ത വർഷം 10ാം ക്ലാസ്സിലേക്കും വരുന്നു. അപ്പോൾ അതിവിടെ പറയാൻ കാരണം നമുക്കറിയാം ഇപ്പോൾ 8, 9, 10 ക്ലാസ്സുകളിൽ വരുന്ന സമയത്ത് തീരെ അക്ഷരം അറിയാത്ത കുട്ടികൾ വരെ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ അവിടെ പറയുമ്പോൾ പറയും UP വിഭാഗം പറയുമ്പം പറയും LP വിഭാഗം. ഇവിടെ കാര്യമായ പ്രവർത്തനങ്ങൾ കുട്ടികളെ അല്ലെങ്കിൽ അടിസ്ഥാനമായി പഠിപ്പിക്കാത്തത് കൊണ്ടാണ് 8ാം ക്ലാസ്സിലെത്തുമ്പോൾ കുട്ടിക്ക് ഒരു ശേഷിയും നേടാൻ വേണ്ടി സാധിക്കാത്തത്. അപ്പോൾ പ്രൈമറി വിഭാഗത്തിൽ നമ്മൾ കുട്ടികൾ നേടേണ്ട കഴിവുകൾ അവിടെ തന്നെ നേടിയെടുക്കണം. അതിനുവേണ്ടി അധ്യാപകർ നന്നായി പണിയെടുക്കേണ്ടതുണ്ട്. അതുപോലെ ഒരു ക്ലാസ് ടീച്ചർ എന്ന നിലയിൽ എൻ്റെ ക്ലാസ്സിൽ 30 കുട്ടികളാണെങ്കിൽ ആ 30 കുട്ടികളെയും ക്ലാസ് ടീച്ചർ നേരിട്ട് അറിയണം. ആ കുട്ടിയുടെ ബയോഡാറ്റ, അതായത് ആ കുട്ടി എവിടെ നിന്ന് വരുന്നു, കുട്ടിയുടെ അച്ഛനും അമ്മയും എന്ത് ചെയ്യുന്നു, കുട്ടിയുടെ വീട്ടിലെ സാഹചര്യം എന്താണെന്ന് ക്ലാസ് ടീച്ചർ അറിയണം. എനിക്ക് തോന്നി ഇപ്പോൾ ഒട്ടുമിക്ക സ്ഥലത്തും നമ്മുടെ അധ്യാപകരിൽ കുറഞ്ഞു പോകുന്ന കാര്യവും ഇത് തന്നെയാണ്. ഏതെങ്കിലും ഒരു ടീച്ചറുടെ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല,
എന്തെങ്കിലും ഒരു ആപത്ത് വന്നു കഴിഞ്ഞാൽ കുട്ടിയുടെ വീട് എവിടെയാണ്, കുട്ടി എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലാസ് ടീച്ചർക്ക് പറയാൻ പറ്റാത്ത ഒരു സാഹചര്യം. ഇപ്പം ഞാൻ HM സമയത്തൊക്കെ എല്ലാവരോടും പറയുക, ഗൃഹസന്ദർശനം നടത്താനും അതുപോലെ കുട്ടിയുടെ സാഹചര്യം എന്താണെന്ന് നമ്മൾ അറിയണം. അതായത് പഠനം വേണം. പഠനത്തോടൊപ്പം തന്നെ എല്ലാ കുട്ടികൾക്കും നമുക്കറിയാം 30 വിദ്യാർത്ഥികളുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരുപോലെ പഠിക്കാൻ വേണ്ടി പറ്റൂല. ചില കുട്ടികൾ അവരുടെ വീട്ടിലെ സാഹചര്യം വളരെ മോശമായിരിക്കും, ചില കുട്ടികൾ വളരെ നന്നായിരിക്കും. വളരെ നന്നായ കുട്ടി നന്നായ രീതിയിൽ പഠിക്കണമെന്നില്ല. അപ്പോൾ സാഹചര്യം എന്താണെന്ന് ഓരോ ക്ലാസ് ടീച്ചറും തിരിച്ചറിയണം. അപ്പോൾ കുട്ടിക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് കുട്ടി പഠനത്തിൽ പിന്നോട്ട് പോകുന്നു, അതെവിടെയാണ്? ഒന്നുകിൽ മാനസികമായ പ്രശ്നങ്ങളാവാം, അല്ലെങ്കിൽ സമൂഹത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളാവാം, അല്ലെങ്കിൽ പഠന വൈകല്യമാവാം. അത് ഒരു ക്ലാസ് ടീച്ചർ തിരിച്ചറിഞ്ഞാൽ മാത്രമേ അവരൊരു നല്ലൊരു അധ്യാപകനാവുന്നുള്ളൂ. അതിൻ്റെ ഒരു പോരായ്മ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിലുണ്ട്. അപ്പോൾ അത് നമ്മൾ ഓരോരുത്തരായിട്ട് അധ്യാപകർ കണ്ടറിഞ്ഞ്, നമുക്കറിയാം ഇന്നിപ്പോൾ ഒരു രക്ഷിതാവിനെ ബന്ധപ്പെടാൻ വലിയ പ്രയാസമൊന്നുമില്ല. നമ്മളെല്ലാ വിദ്യാലയങ്ങളിലും ഇപ്പോൾ ക്ലാസ് ഗ്രൂപ്പുകളും നമ്മളെ ക്ലാസ് ടീച്ചറും രക്ഷിതാവും തമ്മിൽ നല്ലൊരു ബന്ധമുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും HM നല്ലൊരു ബന്ധമുണ്ട്. അപ്പോൾ ഗ്രൂപ്പുകളിലെ കൂടി നമുക്ക് രക്ഷിതാവുമായിട്ട് എല്ലാ കാര്യങ്ങളും, സ്കൂളിലെ കാര്യങ്ങളും കുട്ടികളുടെ കാര്യങ്ങളും പറയാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമ്മൾ അതുപോലെ എല്ലാ രക്ഷിതാക്കളും ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ കുട്ടിയെ സ്കൂളിൽ വിട്ട് കഴിഞ്ഞാൽ കുട്ടി സ്കൂളിൽ പോകുന്നു, അവിടെ നിന്ന് പഠിക്കുന്നു എന്ന് മാത്രമല്ല, ശരിക്കും ടീച്ചേഴ്സിനെ വിടുക മാത്രമല്ല, നമ്മൾ അതുപോലെ തന്നെ വൈകുന്നേരങ്ങളിൽ വന്നു കഴിഞ്ഞാൽ കുട്ടികളോട് എന്തൊക്കെ കാര്യങ്ങൾ സ്കൂളിൽ നടന്നു എന്നും അതുപോലെ എന്തൊക്കെയാണ് അവരുടെ നോട്ടുകളെല്ലാം ഒന്ന് മറിച്ച് നോക്കണം. എഴുതുന്നുണ്ടോ, എന്തുകൊണ്ടാണ് കുട്ടി എഴുതാത്തത്, അപ്പോൾ ബാഗെല്ലാം ഒന്ന് നോക്കി. ഇതെല്ലാം ചെയ്യുന്ന സമയത്ത് കുട്ടിക്കും എൻ്റെ മേലിൽ ഒരു ശ്രദ്ധയുണ്ട് എന്ന് മനസ്സിലാവും. അപ്പം നമുക്കറിയാം കുട്ടികൾ കൂടുതൽ ഇപ്പം മൊബൈൽ അഡിക്ഷനാണ്. നമ്മൾ എന്നും പറയുന്നത് ഡിജിറ്റൽ അഡിക്ഷനാണ്. കുട്ടിക്ക് എത്ര ചെറിയ കുട്ടികളായാലും ഇന്ന് അവർ മൊബൈലിലേക്കാണ് പോകുന്നത്. അപ്പോൾ ലഹരിയുടെ ഉപയോഗം, ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ എനിക്ക് അതിൽ ഒന്നും കൂടെ ടീച്ചേഴ്സിനോട് പറയാനുള്ളത്, നമ്മുടെ ഈ വാട്സപ്പ് ഗ്രൂപ്പുകളിലെ കൂടി നമ്മൾ നോട്ടുകളും മറ്റുള്ള കാര്യങ്ങളൊന്നും ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പാടില്ല. കാരണം നമ്മൾ ചില കുട്ടികളിൽ ഇത് നന്നായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ കൊടുക്കുന്നവരുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ കൊടുക്കുമ്പോൾ നല്ല കാര്യം തന്നെയാണ്, പക്ഷേ ചില കുട്ടികൾ നന്നായി ചെയ്യും, ചില കുട്ടികൾ ഫോണ് മിസ്യൂസ് ചെയ്യും. അപ്പം അങ്ങനെ ധാരാളം പ്രശ്നങ്ങൾ വിദ്യാലയങ്ങളിലുണ്ട്. നമ്മളുടെ പ്രവർത്തനം വേഗത്തിലാക്കാൻ വേണ്ടി നമ്മൾ ക്ലാസ് റൂമിൽ നമുക്ക് സമയം കിട്ടാതിരിക്കുമ്പോൾ രക്ഷിതാവ് ചെയ്തോട്ടെ എന്ന രീതിയിൽ മൊബൈലിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ, വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ കുട്ടികളും ഇത് ഒരേ രീതിയിൽ ഉപയോഗിക്കണമെന്നില്ല. അതുകൊണ്ട് ടീച്ചേഴ്സ് ശ്രദ്ധിക്കുക. അതുപോലെ ധാരാളം നമ്മുടെ ഈ അക്കാദമിക് നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇന്ന് ധാരാളം പ്രവർത്തനങ്ങൾ സ്കൂളിൽ നടപ്പിലാക്കി വരുന്നുണ്ട്. ഏറ്റെടുത്ത് നടത്തുന്നതോടൊപ്പം തന്നെ കുട്ടികളുടെ മാനസിക പ്രശ്നങ്ങളും കുട്ടികൾക്ക് മെൻ്റൽ ഹെൽത്ത് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ ഒരു സ്നേഹം പ്രൊജക്റ്റും കൂടെ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിൽ നടപ്പിലാക്കി വരുന്നു. സ്നേഹം പ്രൊജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക്, അതായത് നമ്മൾ ശകാരിക്കാൻ പാടില്ല. അതിപ്പോൾ നമ്മൾ ഹൈസ്കൂൾ വിഭാഗങ്ങളിലൊക്കെ ഒരാഴ്ച നോ സ്കോൾഡിങ് വീക്കായിട്ട് ആചരിച്ചു കൊണ്ട് വരുന്നു. കുട്ടികളെ ശകാരിക്കില്ല. അതായത് അവരെ നല്ല രീതിയിൽ അവരെന്ത് പ്രവർത്തനങ്ങൾ നടത്തി കഴിഞ്ഞാലും നല്ല രീതിയിൽ ഉപദേശിച്ചുകൊണ്ട് കുട്ടികളെ നേരായ മാർഗത്തിലേക്ക് എത്തിക്കുക. അതേപോലെ അടുത്ത ആഴ്ച അപ്രീസിയേഷൻ, കുട്ടി ചെയ്ത പ്രവർത്തനങ്ങൾക്ക് നല്ലൊരു അപ്രീസിയേഷൻ കൊടുക്കുക. പിന്നെ അടുത്ത ആഴ്ച ഗ്രാറ്റിറ്റ്യൂഡ്. ഇങ്ങനെ കുട്ടികളെ നമ്മൾ പല രീതിയിൽ അവരുടെ സ്വഭാവ വൈകല്യങ്ങളിൽ നിന്ന് മാറ്റിയെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും കുട്ടികളെ മറ്റുള്ള ഡിജിറ്റൽ അഡിക്ഷനും ലഹരിയുടെ ഉപയോഗത്തിൽ നിന്നൊക്കെ വിമുക്തമാക്കുന്നതിന് വേണ്ടി ധാരാളം പദ്ധതികൾ ഇന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടത്തി വരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മുടെ അധ്യാപകർക്കും ഉണ്ട്. അപ്പോൾ അതൊക്കെ അവർ നല്ല രീതിയിൽ, നല്ല പ്രഷർ തന്നെയാണ്, നല്ല വർക്ക് തന്നെയാണ് ഇന്ന് നമ്മുടെ അധ്യാപകർക്കുള്ളത്. എല്ലാവരും അത് വളരെ ഭംഗിയായി ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ട്. ഏതായാലും നമ്മുടെ AES നല്ലൊരു വിദ്യാലയമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് ഇത്രയും മികവാർന്ന പ്രവർത്തനങ്ങൾ നമ്മുടെ വിദ്യാലയത്തിൽ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനിയും നല്ല നല്ല പ്രവർത്തനങ്ങൾ ഇവിടെ ഉണ്ടാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി, ഈ ആനുവൽ ഡേ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. Ma'am, now we request you to award the mementos to the winners of Kannur Revenue District Kalotsav 2025-26.
Ira Meher, first A grade in Arabic recitation. Ira Meher, first A grade in Arabic recitation. Give them a big round of applause. Nihara P, first A grade in English speech. Ira Meher, third position in Urdu recitation. Neva Vitesh, A grade in Hindi recitation. Thank you, ma'am. It is an honor to have with us a personality who inspires many through art and performances. We invite our chief guest, Sri Vinod Kaur, cine and serial artist Marimayam fame, to give away the prizes for the Tiruvadira team who has won 3rd A grade in the Kannur Revenue District Kalotsav this academic year 2025-26. Devangana R, Adilakshmi, Anvia R Jijesh, Aishwarya Amit, Sanvia, Ira Meher, Parvana Jijesh, Ritika, Sriveda and Dia. Vinod Kaur. Anvia Jijesh, everyone please give them a big round of applause. Appreciate them. Adilakshmi, Devangana R, Aishwarya Amit, Sanvia, Ira Meher, Parvana R Jijesh, Sriveda, Dia, now we kindly request our Honorable Chief Guest to present the memento to Preetha ma'am as a token of love from AES for her recently published Malayalam poetry collection, Kanal. Preetha ma'am, please come and receive the memento. നമ്മുടെ സ്കൂളിലെ പ്രീത ടീച്ചറുടെ ആദ്യ കവിതാ സമാഹാരം കനൽ പുറത്തിറങ്ങിയത് നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണും. പ്രീത ടീച്ചർക്ക് AES കുടുംബത്തിന്റെ സ്നേഹാദരം.
നമ്മുടെ സ്കൂളിൽ ഒരു കവയിത്രി ഉണ്ട് എന്നത് അഭിമാനത്തോടെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. വിനോദേട്ടൻ ആ കവയിത്രിയുടെ ഒരു കവിതാ സമാഹാരം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ കവയിത്രി പ്രീത മേഡം വിനോദേട്ടന് കൈമാറും. We invite Srimati Prasida PP, Chairperson, Health and Education Standing Committee, Ancharakalli Grama Panchayat, to kindly distribute the prizes and share a few words with us. വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അധ്യാപകരെ, രക്ഷിതാക്കളെ, നാട്ടുകാരെ, അഞ്ചരക്കണ്ടി AES ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൻ്റെ 22ാം വാർഷികാഘോഷമാണ് ഇവിടെ നടക്കുന്നത്. ഈ സ്കൂൾ ആരംഭിച്ച കാലം മുതൽ അന്നു മുതൽ നീണ്ട 14 വർഷം ഈ സ്കൂളിലെ ഒരു രക്ഷിതാവായിരുന്നു ഞാൻ. അതുകൊണ്ട് തന്നെ ഈ സ്കൂളിനെ കുറിച്ചും ഈ സ്കൂളിലെ പഠന രീതിയെക്കുറിച്ചും പഠനങ്ങൾക്കൊപ്പം പാഠ്യേതര വിഷയങ്ങളിൽ എത്രമാത്രം ശ്രദ്ധ ചെലുത്തുന്നു എന്നതിനെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ട് അറിയുന്ന ഒരാളാണ് ഞാൻ. പിന്നെ വാർഷികാഘോഷം വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും അപേക്ഷിച്ച് വളരെ പ്രധാനപ്പെട്ടതും പ്രിയങ്കരവുമായ ഒന്നാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം പഴയ കാലം മുതൽ തന്നെ സ്കൂൾ വാർഷികങ്ങൾ വളരെ ആഘോഷപൂർവ്വം കൊണ്ടാടാറുണ്ട് നാടെങ്ങും. കുട്ടികളിലെ കലാപരമായ കഴിവുകൾ അവർ പ്രകടിപ്പിക്കുന്നതിനുള്ള ഒരു വേദിയും കൂടിയാണ് ഈ സ്കൂൾ വാർഷികങ്ങൾ. ഇതിനു മുമ്പ് മറ്റു പല വേദികളും ഉണ്ടായിട്ടുണ്ടെങ്കിലും വർഷാവസാനം നടക്കുന്ന ഇങ്ങനെയുള്ള വാർഷികാഘോഷങ്ങൾ അവർക്കേറെ പ്രിയപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ സ്കൂളിൻ്റെ ഈ വാർഷികാഘോഷത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. പിന്നെ എന്നെ ഈ ഇത് സമ്മാനദാന ചടങ്ങിന് വേണ്ടിയാണ് ഇവിടെ ക്ഷണിച്ചിട്ടുള്ളത്. അതിന് ഈ സ്കൂൾ മാനേജ്മെൻറ്റിനോടും ഇവിടുത്തെ ടീച്ചേഴ്സിനോടുമുള്ള നന്ദി അറിയിക്കുന്നതോടൊപ്പം ഈ സ്കൂൾ വാർഷികത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. In the South Sub-District Sports Meet 2025-26, our school once again emerged as the overall champions in the UP Kiddies category, continuing our proud tradition of excellence in sports. We have 3 individual champions. LP Mini Boys individual champion Daksh Darvik. Daksh. LP Kiddies Boys individual champion Adil Fayaz. Adil Fayaz. UP Kiddies Boys individual champion Ridwet K. We are honored to invite Sri M.V. Devadasan, President, Ancharakalli Educational Society, to distribute the prizes and also to address the gathering. District Education Officer Srimati Deepa V, Chief Guest Vinod Ko, Senior Artist News Board, മറ്റ് വേദിയിലും സഹസിക്കുന്ന വിശിഷ്ട വ്യക്തികളാതെ ഉയർത്തും. ഇന്നത്തെ 22ാമത്തെ പ്രോഗ്രാമിന് സ്കൂളിനെ പറ്റി വിശദമായി റിപ്പോർട്ടിംഗ് അതിനെ അവതരിപ്പിച്ചുകൊണ്ട് ഞാൻ ആ കാര്യത്തെപ്പറ്റി കൂടുതൽ സംസാരിക്കുന്നില്ല. എല്ലാവിധ ആശംസകളും ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ ചടങ്ങിലേക്ക് കടക്കുകയാണ്. Now we move on to the proficiency prize distribution ceremony for this academic year. LKG A, first place goes to Arnav Sanish. Cash award sponsored by Swati ma'am in loving memory of her father, Sri M. Surendran. Second place shared by 2, Naivin KC and Mohammad Izzian TN. All the prizes are sponsored by Swati ma'am. Now from LKG B, first place goes to Ashlyn MT. Ashlyn MT. Second place, Neha Vivi. Neha Vivi.
Both prizes are sponsored by Ramachandran Sir, our former principal, in loving memory of his father, Sri Chandu Master, and mother, Srimati Madhavi Amma. From LKGC, first place goes to Alankrita PV. Alankrita PV. Second place, Vihan K. Second place, Vihan K. Both the prizes are sponsored by Srimati Ramadevi APM, our principal, in memory of her father, Sri K.C. Kunyambu Nambyar, and mother, Srimati APM Omanamma. Thank you, sir. We are privileged to welcome Sri P. Mukundan, Secretary, Anchirkandi Educational Society, to kindly grace the stage for prize distribution. വേദിയിലുള്ള ബഹുമാന്യരെ, സ്നേഹമുള്ള രക്ഷിതാക്കളെ, അധ്യാപകന്മാരെ, എൻ്റെ പിഞ്ചു മക്കളെ, കൂടുതലൊന്നും പറയുന്നില്ല. കാരണം എന്ന് വെച്ചാൽ സമയത്തിൻ്റെ പരിമിതിയുണ്ട്. അതുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. From LKGD, sir, prize distribution. From LKGD, first place goes to Dhruvadash Ajesh, and cash award sponsored by Srimati Sijisha, Mother PTA President, AES English Medium School, and mother of Devika Savanthi. Second place, Amelia R. Rajneesh. Cash prize sponsored by Sangeet M. Vinod, our former student. From UKGA, first place goes to Ishani P. Ishani P. Cash award sponsored by Sri Suhail PK PTA President, father of Aira Meher, in memory of his beloved father, A.V. Abdullah. Second place, Anvia Utresh. Cash prize sponsored by Srinivasan Sir, in memory of his father, Kannothu Kunyambu Nayar, and mother, K.C. Parvati Amma. Now, from UKGB, first place goes to Alia Hasib. Alia Hasib. And cash prize sponsored by Jinna ma'am. Then second place shared by two, Aradhya Suresh and Salvin Krishna C. Aradhya Suresh, Salvin Krishna C. Cash award sponsored by Sri Babu Raj, in memory of his mother, Srimati Nalini K. Thank you, sir. We cordially invite Sri V.P. Kishore, Manager, Anchirkandi Higher Secondary School, to present the prizes and speak a few words. We invite you, sir. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, AES ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൻ്റെ വാർഷിക ദിനമായ ഇന്ന് ഞാൻ അവിടുത്തെ സമ്മാനം നേടിയതും സമ്മാനം നേടാത്തവരുമായ എല്ലാ വിദ്യാർത്ഥികളെയും ഹാർദമായി അഭിനന്ദിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇവിടെ പലവരും പറഞ്ഞതുപോലെ വർണ്ണവസന്തം പുലരുന്ന ഒരു സ്കൂളാണ് AES ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. നിങ്ങൾക്കറിയാം, അഞ്ചരക്കണ്ടി ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഓഡിറ്റോറിയത്തിലാണ് നമ്മൾ ഇന്ന് ഈ പരിപാടി നടത്തുന്നത്. നിങ്ങളൊക്കെ വന്നു ചേരേണ്ട, കൂടുതൽ നല്ല രീതിയിൽ പഠിക്കേണ്ട, DO പറഞ്ഞ മാർഗനിർദ്ദേശങ്ങളനുസരിച്ച് പഠിക്കേണ്ട സ്കൂളാണിത്. അപ്പോൾ അഞ്ചരക്കണ്ടി ഹയർ സെക്കൻഡറി സ്കൂളിന് വേണ്ടി നിങ്ങളെ എല്ലാവരെയും അഭിനന്ദിക്കുകയും നിങ്ങൾക്കെല്ലാം സ്നേഹാദരങ്ങൾ അർപ്പിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. Now from UKGC, first place goes to Indranil Das. Second place, Nitanya Ullas.
Nitanya Ullas. Both the prizes are sponsored by Regula ma'am in memory of her father, Sri P.T. Ravindran, and father-in-law, Sri Komat Janardhanan. From UKGD, first place to Niva Vivi. Second place, Tanshik PP. Cash award sponsored by Rupa ma'am in loving memory of her father, Sri Uppoth Rajan. Now from first place to Arav Narayan N. Second place, Anviya Srinesh. Cash prize sponsored by Sri Anil Kumar sir in the memory of his father, K.K. Raghavan Nair, and brother, C.K. Pushpangadan. From first place goes to Vihan Navneetan. Second place, Dhanvika Jit KM. Cash prize sponsored by our manager, Sri Kolat Pradipan in memory of her mother, Kolat Subhati Amma, and father, Sri Vijayan Nayak. Now from first C, Mayomi Dilip. First place goes to Mayomi Dilip. Manomai Dilip. Cash prize sponsored by Suraj P, Indian Army, or former student. Second place goes to Mohammad Fidan VK. Cash prize sponsored by Sri Babu Raj in memory of her mother, Srimati Nalini K. Thank you, sir. We respectfully invite Sri Anish Babu C, former manager of AS English Medium School, to distribute the prizes and offer a few words on the occasion. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, AS ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൻ്റെ അനുദിനമുണ്ടായിക്കൊണ്ടിരിക്കുന്ന അഭിവൃദ്ധികളെക്കുറിച്ച് എന്നെപ്പോലെ തന്നെ നിങ്ങളെല്ലാവർക്കും അറിവുള്ളതാണ് എന്നറിയുന്നതുകൊണ്ട് ആ കാര്യങ്ങളിലേക്കൊന്നും കൂടുതൽ കടക്കാതെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവരെയും, പ്രത്യേകിച്ച് ടീച്ചർമാരെ അടക്കം അഭിനന്ദിക്കുന്നതിന് വേണ്ടി മാത്രം ഈ അവസരം ഉപയോഗിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. From first D, first place goes to Ivania VK and the cash award sponsored by Sunat P, BSF, our former student. Second place, Srihan C, cash award sponsored by Dr. Aishwarya Sugunan and Sri Lakshmi Sugunan, our former student. Second A, first place goes to Amina Sheza VM. First cash prize sponsored by Suraj P, Indian Navy, our former student. Then second place goes to Rayan Rikesh. Cash award sponsored by Dr. Aishwarya Sugunan and Sri Lakshmi Sugunan, our former student. From second B, first place goes to Mohammed Tamim. Cash prize sponsored by Sunand P, our former student. Second place goes to Jaswin Raj. Cash prize sponsored by Aishwarya Sugunan and Sri Lakshmi Sugunan, our former student. Now, thank you, sir. With great respect, we invite Sri P.V. Ramachandran Master, former principal of AS English Medium School, to honor the students with prizes and share his views. ബഹുമാനപ്പെട്ട ഈ ഉദ്ഘാടന സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ
നമ്മുടെ PTA പ്രസിഡന്റ് ശ്രീ സുഹൈൽ, ഉദ്ഘാടക കണ്ണൂർ DEO, ശ്രീമതി ദീപ, വിശിഷ്ടാതിയായിട്ടിവിടെ സന്നിഹിതനായിരിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ സിനി ഫിലിം ആർട്ടിസ്റ്റ് ശ്രീ വിനോദ് കോബൂർ, സമ്മാന ദാനം നിർവഹിച്ചിട്ടുള്ള അഞ്ചരക്കണ്ടി പഞ്ചായത്തിൻ്റെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി പ്രസീത, AISൻ്റെ ഈ സൊസൈറ്റിയുടെ പ്രസിഡന്റ് ദേവേട്ടൻ, സെക്രട്ടറി മുകുന്ദേട്ടൻ, ശ്രീ ചന്ദ്രൻ കല്യാൺ, ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ മാനേജർ, എൻ്റെ സുഹൃത്തു കൂടിയായിട്ടുള്ള ശ്രീ VP കിഷോർ, ശ്രീ MM അജിത് കുമാർ, AISൻ്റെ മുൻ മാനേജർ ശ്രീ അനീഷ് ബാബു, ആശംസാ പ്രസംഗം നടത്തുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ള ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ശ്രീമതി ലീന, ഹൈസ്കൂൾ ഹെഡ് മാസ്റ്റർ ശ്രീ സലീം, AIS സ്കൂളിൻ്റെ PTA വൈസ് പ്രസിഡന്റ്, മദർ PTA വൈസ് പ്രസിഡന്റ്, വിദ്യാലയത്തിൻ്റെ പ്രിൻസിപ്പൽ ശ്രീമതി രമാദേവി, അതുപോലെ മറ്റ് വിശിഷ്ട വ്യക്തികൾ, ഈ വിദ്യാലയത്തിലെ പ്രിയങ്കരായ അധ്യാപകരെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നാട്ടുകാരെ, എൻ്റെ പ്രിയം നിറഞ്ഞ കുട്ടികളെ, വളരെ സന്തോഷമുണ്ട് ഇവിടെ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ. എന്നെ ക്ഷണിച്ചതിലാദ്യമായി ഞാൻ സംഘാടകരോട് നന്ദി പ്രകാശിപ്പിക്കുക കൂടി ചെയ്യാണ്. ഈ വിദ്യാലയത്തിൻ്റെ AISൻ്റെ വളർച്ചയിൽ ഞാനും പങ്കെടുത്തിട്ടുണ്ട് എന്ന് വിനയപുരസരം അനുസ്മരിക്കുകയാണ്. 2008 മുതൽ 2020 വരെ പ്രിൻസിപ്പലായി ഞാനിവിടെ ഉണ്ടായിരുന്നു. 2008 ഇത് ഇവിടെ പ്രിൻസിപ്പലായി എത്തിയപ്പോൾ ഈ വിദ്യാലയം 4-5 വർഷമേ ആയിരുന്നുള്ളൂ. അന്ന് 2008 7ാം ക്ലാസ് വന്നിട്ടില്ല, 6ാം ക്ലാസ് വരെയാണ്. എന്നാലും 600-നടുത്ത് കുട്ടികൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് റിപ്പോർട്ടിൽ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. 2015 അൺഎയ്ഡഡ് വിദ്യാലയമായ നമ്മുടെ വിദ്യാലയത്തിന് അംഗീകാരം കിട്ടിയത്, റെക്കഗ്നൈസ്ഡ് അൺഎയ്ഡഡ് വിദ്യാലയം. അതിനുശേഷം മാത്രമേ നമുക്ക് നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ മറ്റ് വിദ്യാലയങ്ങളിലെ കുട്ടികളുമായി കലോത്സവത്തിലും, ഇവിടെ നേരത്തെ അവാർഡ് വാങ്ങിയല്ലോ കായികമേളയിലും മറ്റ് ശാസ്ത്ര മേളയിലെല്ലാം പങ്കെടുക്കാനുള്ള അവസരമുള്ളൂ, അതിനുള്ള അധികാരമുള്ളൂ. അങ്ങനെ 2015 ശേഷം ഞങ്ങൾ ഈ സബ് ജില്ലയിലെ മറ്റ് വിദ്യാലയങ്ങളുമായി സബ് ജില്ലാ തലത്തിലുള്ള മത്സരത്തിൽ പങ്കെടുത്തപ്പോൾ മെല്ലെ മെല്ലെ കയറി മുന്നോട്ട് വരികയായിരുന്നു. ഒരു 1-2 കൊല്ലം കഴിയുമ്പോഴേക്ക് തന്നെ 2017 ആകുമ്പോഴേക്ക് തന്നെ ചാമ്പ്യൻഷിപ്പിൻ്റെ പടവുകൾ കയറിയിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഓർമ്മ. ഇതിൻ്റെ ഒരു പ്രത്യേകത എങ്ങനെ കഴിയുന്നത് നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ ഇവിടെയുള്ള അധ്യാപകരുടെ കഴിവാണ്, ശേഷിയാണ്. ഇപ്പോൾ ഒരാൾ പുസ്തകം തന്നെ എഴുതിയ കവിത പുസ്തകം പ്രകാശിപ്പിച്ചു. എല്ലാ സ്കൂളിലും അങ്ങനെ ഉണ്ടാകണമെന്നില്ല. അപ്പോൾ ഇവിടെയുള്ള അധ്യാപകരുടെ ശേഷി, അതുപോലെ നമ്മളെ പ്രിയപ്പെട്ട കുട്ടികൾ, അവരെ സഹായിക്കുന്ന രക്ഷിതാക്കൾ, PTA, ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ പരിണതപ്രജ്ഞരായിട്ടുള്ള മാനേജ്മെൻറ്റ്, നാട്ടുകാർ, എല്ലാവരുടെയും പ്രവർത്തനം ഒന്ന് വന്നപ്പോൾ കോർഡിനേറ്റ് ചെയ്യപ്പെട്ടപ്പോൾ ഇങ്ങനെ വലിയൊരു സ്കൂളായി മികവുള്ള വിദ്യാലയമായി മുന്നോട്ട് വന്നു എന്നുള്ളതാണ്. ഇനിയും ഈ വിദ്യാലയം മുന്നോട്ട് വരും, കുതിക്കും എന്നുള്ള കാര്യത്തിൽ നമുക്കാർക്കും സംശയമൊന്നുമില്ല. ഞാൻ നീട്ടുന്നില്ല. ആ രീതിയിൽ എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് ഞാനിവിടെ ചുരുക്കാണ്. നന്ദി. Now from 2nd C,
First place goes to Ashmi Subesh, sir, for prize distribution. Cash prize sponsored by Sahija ma'am in memory of her father, Sri P. Bhaskaran. Second place, Trish KV. Cash prize sponsored by Sri Sanish in memory of Sri K.P. Ramachandran Master, retired HM, Murigeri, UP. Secondly, first place goes to Nia M. Cash prize sponsored by Mr. Santosh Kumar PK, father of Shivangi P. Secondly, in memory of his father, Sri Kolat Kunjiraman Nair. Then second place goes to Devik Vipin. Cash prize sponsored by Vidya Ma'am, PTA executive member, mother of Shivani P. 70. Then from secondly, first place goes to Nivedika Nitin. Cash prize sponsored by Mr. Santosh Kumar PK, father of Shivangi P. Secondly, in memory of his father, Sri Kolat Kunjiraman Nair. Then second place, Tamburu Mukesh. Second place goes to Tamburu Mukesh. Cash prize sponsored by Mrs. Vidya Raj, PT executive member, mother of Sanvi P. 70. Thank you, sir. May we respectfully invite Sri Chandran Kalat, Vice President, Anjarkandi Educational Society, to give away the prizes and share his thoughts. PTA President Sri P.K. Suhail, ഈ വാർഷികാഘോഷം AES ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൻ്റെ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്ത DEO ശ്രീമതി വി ദീപ, വിശിഷ്ട അതിഥിയായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള അനുഗ്രഹീത കലാകാരൻ ശ്രീ വിനോദ് കോവൂർ, വേദിയിലും സദസ്സിലുമിരിക്കുന്ന ബഹുമാന്യരെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, കൊച്ചു കൂട്ടുകാരെ, ഈ വർഷം അഞ്ചരക്കണ്ടി എഡ്യൂക്കേഷണൽ സൊസൈറ്റിയെ സംബന്ധിച്ചും അതിന് കീഴിലുള്ള വിവിധങ്ങളായിട്ടുള്ള യൂണിറ്റുകളെ സംബന്ധിച്ചും ഒരു ആഘോഷത്തിൻ്റേതായിട്ടുള്ള വർഷമാണ്. ഇന്നിപ്പോൾ ഇവിടെ AES ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ വാർഷികം നടക്കുകയാണ്. ഇപ്പോൾ അഞ്ചരക്കണ്ടി ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹയർ സെക്കൻഡറി വിഭാഗത്തിൻ്റെ രജത ജൂബിലി വർഷമാണ്. അതിൻ്റെ നാന്ദി കുറിച്ചുകൊണ്ട്, ആഘോഷത്തിൻ്റെ നാന്ദി കുറിച്ചുകൊണ്ട് കഴിഞ്ഞ ജനുവരി 8-ാം തീയതി വലിയ ഒരു പ്രോഗ്രാം ഇവിടെ നടന്നു കഴിഞ്ഞു. ഇനി എല്ലാ മാസവും ഓരോ പരിപാടികൾ, പ്രതിമാസ പരിപാടികൾ എന്നുള്ള നിലയിൽ വരുന്ന ഡിസംബർ മാസം വരെ, 2026 ഡിസംബർ വരെ വിവിധങ്ങളായിട്ടുള്ള പരിപാടികൾ ഇവിടെ വച്ച് നടക്കുകയാണ്. ചുരുക്കത്തിൽ എല്ലാം കൊണ്ടും ഇവിടെയുള്ള രക്ഷിതാക്കളെ സംബന്ധിച്ചും കുട്ടികളെ സംബന്ധിച്ചും എല്ലാം തന്നെ ആഘോഷത്തിൻ്റെ നാളുകളാണ് വരാൻ വേണ്ടി പോകുന്നത്. ഒന്നിനൊന്ന് മികച്ച പരിപാടികളാണ് നിങ്ങളുടെ മക്കൾ, രക്ഷിതാക്കൾ ഇവിടെ ധാരാളം ഇരിക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം. ഒന്നിനൊന്ന് മികച്ച പരിപാടികളാണ് നമ്മുടെ മക്കൾ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു സംശയവുമില്ല, കണ്ണൂർ ജില്ല ഇത്തവണ നമ്മളെല്ലാം മനസ്സിലാക്കിയിട്ട് കണ്ണൂർ ജില്ലയിലായിരുന്നു ഇത്തവണ സ്കൂൾ കലോത്സവത്തിൻ്റെ കിരീടം കണ്ണൂർ ജില്ലയാണ് നേടിയത്. 2 വർഷം മുൻപും കണ്ണൂർ ജില്ലയിലാണ് സ്കൂൾ കലോത്സവത്തിൻ്റെ കിരീടം എത്തിച്ചേർന്നത്. നമ്മുടെ മക്കളെല്ലാം സമസ്ത മേഖലയിൽ കഴിവുള്ളവരാണ്. ആ കഴിവ് സ്കൂൾ തലത്തിൽ മാത്രം പ്രോത്സാഹിപ്പിച്ചാൽ പോരാ, ആ കഴിവ് കണ്ടറിഞ്ഞ് ഇവിടെ സ്കൂളിൽ ടീച്ചേഴ്സ് പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം തന്നെ രക്ഷിതാക്കളും അതിൻ്റെ കൂടെ ഉണ്ടാവണം എന്ന് മാത്രമാണ് പറയാനുള്ളത്.
കുട്ടികളുടെ കഴിവ് തേച്ചു മിനുക്കി അവരെ നല്ല കലാകാരന്മാരായിട്ട് ഭാവി വാഗ്ദാനങ്ങളായിട്ട് മാറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട്. എല്ലാവർക്കും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. So we request you to present proficiency prize to the winners. From 3rd standard, first place goes to Alankrita Prashant. Alankrita Prashant. Cash prize sponsored by Malayalam teacher Preeta ma'am. പ്രീത ടീച്ചറുടെ ആദ്യ കവിതാ സമാഹാരമായ കനലിൻ്റെ 3ാം പതിപ്പ് പുറത്തിറക്കിയതിൻ്റെ സന്തോഷത്തിൽ. Sir, first place shared by 2, Sri Lakshmi. Sri Lakshmi, cash prize sponsored by Urmila ma'am in the loving memory of her father, Sri Premarajan D. Then second place goes to Arjit MC. Cash prize sponsored by Mrs. Regila ma'am. Mrs. Regila, mother of Andev Third. Third place goes to Fatima KC. Fatima KP, cash prize sponsored by Mosi ma'am in memory of her father Sri Mohan and MV. Third prize shared by 4th place. And 4th place goes to Navneet. 4th place, Navneet. Thank you, sir. We are delighted to welcome Srimati O.M. Leena, Principal, Anjaragandi Higher Secondary School, for the felicitation and also to give away the prizes. ബഹുമാനപ്പെട്ട ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ AES PTA പ്രസിഡന്റ് ശ്രീ സുഹേൽ, ഈ ചടങ്ങിൻ്റെ വിശിഷ്ടാതിഥി ശ്രീ വിനോദ് കോവൂർ, അഞ്ചരക്കണ്ടി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീമതി പ്രസീത ഉൾപ്പെടെ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട കുട്ടികളെ, രക്ഷിതാക്കളെ, നാട്ടുകാരെ, ഒരു ദീർഘപ്രസംഗത്തിൻ്റെ സമയമല്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം. എനിക്ക് ഇവിടെ ഔദ്യോഗികമായി എന്നോട് പറഞ്ഞിട്ടുള്ളത് ഈ ചടങ്ങിന് ആശംസ അർപ്പിക്കാനാണ്. നമുക്കറിയാം, അഞ്ചരക്കണ്ടി എഡ്യൂക്കേഷണൽ സൊസൈറ്റിയുടെ കീഴിലുള്ള AES ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ അനുദിനം അതിൻ്റെ പ്രശസ്തി വാനോളം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. പാഠ്യേതര മേഖലകളിലും മറ്റ് സകല കലാപ്രവർത്തനങ്ങളിലും കുട്ടികൾ വളരെയധികം ഉന്നതിയിലെത്തിക്കൊണ്ടിരിക്കുന്നു. തുടക്കത്തിൽ 140 കുട്ടികളെയും കൊണ്ട് തുടങ്ങിയ സ്കൂൾ ഇന്ന് അതിൻ്റെ ഉന്നതികളുടെ പടവുകൾ കയറി 1000-ലധികം കുട്ടികൾ പഠിക്കുന്ന ഒരു സ്ഥാപനമായി മാറി. അതും 7ാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ എണ്ണമാണ് 1000. ചുറ്റുവട്ടത്തുള്ള ഏത് സ്കൂളുകളെക്കാളും എല്ലാ തരത്തിലും മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ സ്കൂളിൻ്റെ പ്രശസ്തിയിൽ അങ്ങേയറ്റം അഭിമാനത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. കൂടുതൽ ഒന്നും പറയാതെ തന്നെ കുട്ടികളൊക്കെ വേഷമൊക്കെ ധരിച്ച് പരിപാടി നടത്താനുള്ള ആവേശത്തിലിരിക്കുകയാണ്. വെറുതെ സമയം കളയുന്നില്ല. ഈ ചടങ്ങിനും അതേപോലെ AES ഇംഗ്ലീഷ് മീഡിയത്തിനും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. From 4th standard, first place goes to Dhanvika Premjit. Cash prize sponsored by Resna ma'am in memory of her mother, Srimati M. Kamalakshi teacher. Second place goes to Srinanda Renu. Cash prize sponsored by Shanij in memory of Sri K.P. Ramachandran Master, retired HM, Muringeri UP. Thank you, ma'am. Srinanda Renu. Thank you, ma'am. Next we cordially invite Sri Salim TK, Headmaster, Anjaragandi Higher Secondary School, for felicitation and also to give away the prizes. വിജയങ്ങളുടെയും മികവുകളുടെയും ഉത്തുംഗതയിൽ നിൽക്കുന്ന ഈ വർഷം അഞ്ചരക്കണ്ടി AES ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ ആനുവൽ ഡേ ആഘോഷിക്കുന്നത്. ഈ വൈകിയ വേളയിൽ
കൂടുതലൊന്നും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഈ വേദിയിലിരിക്കുന്ന നമ്മുടെ മുഖ്യാതിഥി വിനോദ് കപൂർ, അതുപോലെ നമ്മുടെ അധ്യക്ഷൻ PTA AES പ്രസിഡന്റ് സുഹൈൽ KK, മറ്റ് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി മെമ്പർ പ്രസീദ, മറ്റ് പ്രിയപ്പെട്ട AES സാരഥികളെ, നമ്മുടെ അഞ്ചർകണ്ടി AESൻ്റെ ഏറ്റവും അവസാനത്തെ സന്തതിയായ AES ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ ഓരോ വർഷങ്ങളിലുള്ള ഈ വളർച്ചയിൽ ഇവിടെയുള്ള എല്ലാ രക്ഷിതാക്കളുടെയും എല്ലാ അധ്യാപകന്മാരുടെയും എല്ലാ നാട്ടുകാരുടെയും പ്രയത്നത്തിൻ്റെ ഫലം കൂടിയാണ് ഈ പരിപാടി. കുട്ടികളെ പരിശീലിപ്പിച്ച എല്ലാ അധ്യാപകന്മാർക്കും രക്ഷിതാക്കൾക്കും പ്രിയപ്പെട്ട പരിപാടികൾ അവതരിപ്പിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും എൻ്റെ ഹൃദയംഗമായ ആശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിക്കുന്നു. 4th standard, 3rd place goes to Nailika Mahesh. Cash prize sponsored by your manager, Sri Kolat Pradeepan. From 5th standard, first place goes to Adya P. Second place, Aisha Fahma VM. Both the prizes are sponsored by Shidi ma'am in memory of her father Sri K. Kumaran and mother Srimati Savitri and father-in-law Sri I.P. Ramdas.